നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. സേതുമാധവൻ എന്ന പേര് കേൾക്കുന്നിടത്തെല്ലാം എന്റെ അച്ഛന്റെ പേര് വേണം കേൾക്കാൻ. ഇത്രയും കാലം പാർട്ട്ണർ എന്നൊരു പേര് മാത്രമേ ഞങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ. രാജാവിനെ പോലെ ഭരിക്കുന്നതും ലാഭം കൊണ്ടുപോകുന്നതും എല്ലാം സേതുമാധവനാണ്. അയാളിപ്പോ രാത്രി എന്ന് പറഞ്ഞ പാവ എന്റെ അച്ഛനത് വിശ്വസിക്കും. സഹോദര തുല്യനായ കൂട്ടുകാരനാണ്, ബിസിനസ്സിൽ പകുതി പങ്ക് അച്ഛനാണ് എന്നൊക്കെ പറഞ്ഞ് അയാൾ അച്ഛനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുക. ഞാൻ എത്ര പറഞ്ഞിട്ടും അച്ഛൻ കേൾക്കുന്നുമില്ല, മനസ്സിലാക്കുന്നുമില്ല. അതുകൊണ്ടാ അമ്മാവനോട് പറഞ്ഞ് പ്രഭാകരൻ സാറിനെ വിളിപ്പിച്ചത്. ഒരൊറ്റ കാര്യമുള്ളൂ, നാളത്തെ റവന്യൂ ഓഫീസ് കെട്ടിട ലേലം മുതൽ ഇനി അങ്ങോട്ടുള്ള കോളേജ്, പൈപ്പ് ലൈൻ തുടങ്ങിയ എല്ലാ കൊട്ടേഷനുകളും അവന്തിക ഗ്രൂപ്പിന് കിട്ടണം. സേതുമാധവൻ എന്നേക്കുമായി ഫീൽഡ് ഔട്ട് ആവുകയും വേണം. എന്തു പറയുന്നു? അവന്തിക ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഒരു സീനിയർ ക്ലർക്കായ എന്നെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. മുൻപ് ജോലി ചെയ്തിരുന്ന പലയിടത്തും ഞാനിതൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ വലിയ വിജയമാണെന്ന് മാത്രമല്ല, പല വമ്പൻ ബിസിനസ്സുകാരെയും ഞാൻ തളർത്തിയിട്ടുമുണ്ട്, പലരെയും വളർത്തിയിട്ടുമുണ്ട്. അവന്തിക എല്ലാം എന്നോട് ഓപ്പണായിട്ട് പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനുള്ളത് പറയാം. ഈ റവന്യൂ ഓഫീസ് കെട്ടിടം പണി തീർന്നു വരുമ്പോൾ അത് ചെയ്യിക്കുന്ന കൺസ്ട്രക്ഷൻ ഗ്രൂപ്പിന് എത്ര ലാഭം കിട്ടുമെന്നൊക്കെ എനിക്കറിയാം. അതിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ഓരോ ലേലവും നിങ്ങൾ അവന്തിക ഗ്രൂപ്പിന് കിട്ടുമ്പോൾ 20 ലക്ഷം രൂപ എനിക്ക് തരണം. ആ 20 ലക്ഷം രൂപയ്ക്ക് ഞാൻ എൻ്റെ ജോലി ഭംഗിയായിട്ട് ചെയ്യും. നെല്ലിശ്ശേരി ഗ്രൂപ്പ് എന്നേക്കുമായി തകർത്തരാം. ഞാനിപ്പോൾ പറഞ്ഞതിന് അവന്തിക സമ്മതിക്കുകയാണെങ്കിൽ നാളത്തെ ലേലം അത് അവന്തിക ഗ്രൂപ്പിന്. എന്തു പറയുന്നു? സമ്മതം. ഇതിൽ രൂപയുടെ കണക്ക് ഞാൻ നോക്കുന്നില്ല. ജയം മാത്രമേ മുന്നിൽ ഞാൻ കാണുന്നുള്ളൂ. പിന്നെ ചെറിയൊരു അഭിമാന പ്രശ്നം ഉണ്ടെന്ന് കൂട്ടിക്കും. അങ്ങനെയാണെങ്കിൽ എന്റെ പണം ഇന്ന് തന്നെ കിട്ടണം. ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. പറഞ്ഞ തുക എഴുതിയെടുക്കാൻ സാറിന്. നമ്മളിതിപ്പോ നിസ്സാരമായി പറഞ്ഞെങ്കിലും ഇതിനിടയ്ക്ക് ചില കളികൾ കളിക്കേണ്ടതുണ്ട്. അതിലേറ്റവും എളുപ്പം ബ്രൈബറി ആരോപിച്ച് നെല്ലിശ്ശേരി ഗ്രൂപ്പിനെ ഒഴിവാക്കുക എന്നതാണ്. കൈക്കൂലി കൊടുത്ത് കൊട്ടേഷൻ പിടിക്കാൻ ശ്രമിച്ചുവെന്ന് പുറം ലോകം അറിയുന്നതോടെ ഈ പറയുന്ന സേതുമാധവൻ മാനസികമായി തകർന്നോളും. അതിന് നാളെ ലേലം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് കുറച്ച് പണം എന്റെ കയ്യിൽ തരണം. അതും പണമായിട്ട് തന്നെ തരണം. ബാക്കിയൊക്കെ ഈ പ്രഭാകരനേറ്റു. അവന്തിക നേരത്തെ എന്നോട് പറഞ്ഞതുപോലെ നാളെ നിങ്ങളുടെ ഉയർച്ചയുടെ ആദ്യ പടിയാണ്. അവന്തിക ധൈര്യമായിട്ട് പോകും. എന്നിട്ട് നാളെ രാവിലെ അങ്ങ് വന്നാൽ മതി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.